അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൈക്രോ ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. മൈക്രോ ബയോളജി എന്താണ് മൈക്രോ ബയോളജി? മൈക്രോ ബയോളജി എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസത്തെ പറ്റിയുള്ള സ്റ്റഡിക്ക് പറയുന്ന പേരാണ് മൈക്രോ ബയോളജി. നമ്മൾ ഈ മൈക്രോ ബയോളജി പറയുമ്പോൾ നമുക്ക് മൈക്രോ ബയോളജിയിലേക്ക് കോൺട്രിബ്യൂഷൻ ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട്. അതിന്റെ ഫസ്റ്റ് പറയുന്ന ആളുടെ പേരാണ് ആന്റൺ വാൻ ലിവൻഹുക്ക്. ആന്റൺ വാൻ ല്യൂവൻഹുക്ക്. ആന്റൺ വാൻ ലിവൻഹുക്ക് എന്ന് പറയുന്ന വ്യക്തി നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് മൈക്രോ ബയോളജിയിൽ? ആന്റൺ വാൻ ലിവൻഹുക്ക് ആണ് ഫാദർ ഓഫ് മൈക്രോ ബയോളജി. മൈക്രോ ബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആന്റൺ വാൻ ലിവൻഹൂക്കിനെയാണ്. അതുപോലെ മൈക്രോസ്കോപ്പിനെ ഡെവലപ്പ് ചെയ്തതും ഈ ആന്റൺ വാൻ ലിവൻഹൂക്ക് ആണ്. ആന്റൺ വാൻ ലിവൻഹൂക്ക് ആണ് ആദ്യമായിട്ട് സിമ്പിൾ മൈക്രോസ്കോപ്പിനെ ഇൻവെന്റ് ചെയ്തത്. അതിന്റെ ലെൻസസ് എന്ന് പറയുന്നത് മാഗ്നിഫൈയിങ് പവർ 50x ഇൻറ്റു 300x ആണ്. 50x ഇൻറ്റു 300x ആണ്. അതുപോലെ ഇദ്ദേഹമാണ് he called the microorganisms as animalcules. ANIMAL animalcules എന്ന് വിളിച്ചത് ആന്റൺ വാൻ ലിവൻഹൂക്ക് ആണ്. അതെങ്ങനെ കിട്ടും നിങ്ങൾക്ക്? ആന്റൺ വാൻ ലിവൻഹൂക്ക് ആണ് ആനിമൽക്യൂൾസ് എന്ന് പറയുന്ന പദം കൊടുത്തത്. ആദ്യമായിട്ട് മൈക്രോ ഓർഗാനിസത്തെ അദ്ദേഹം വിളിച്ചത് അനിമൽക്യൂൾസ് എന്നാണ്. വളരെ സിമ്പിൾ ആയിട്ട് അനിമൽക്യൂൾസിന്റെ വേറൊരു പേരെന്ന് വെച്ചാല് ലിറ്റിൽ അനിമൽസ്, ചെറിയ മൃഗങ്ങൾ. ലിറ്റിൽ അനിമൽസ് എന്നാണ്. ലിറ്റിൽ അനിമൽസ് എന്നൊരു പേര് കൊടുത്തു. അതിനാണ് അനിമൽക്യൂൾസ് എന്ന് കിട്ടിയത്. ലിറ്റിൽ എന്ന് വെച്ചാൽ ചെറുതല്ലേ? ചെറുതാണ്, വളരെ ചെറുതാണ്. അപ്പൊ നിങ്ങള് ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ക്ലാസ് റൂമില് ചെറിയ ആൾക്കാര് പോവും. ചെറിയ ആൾക്കാര് നമ്മൾ എന്താ കുള്ളന്മാരെന്നൊക്കെ വിളിക്കില്ലേ? അതാണ് അനിമൽ കുള്ളൻസ്. അനിമൽ ക്യൂൾസ് കിട്ടിയല്ലോ, അതാണ് അനിമൽ ക്യൂൾസ്. ആന്റൺ വാൻ ലിവൻഹുക്ക് ഒരു കുള്ളനായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് ദ എക്സിസ്റ്റൻസ് ഓഫ് സ്പെർമാറ്റോസോവ ആൻഡ് RBC. RBCയും സ്പെർമാറ്റോസോവയും എക്സിസ്റ്റ് ചെയ്തു എന്ന് കിട്ടണം. ഏതില്? ആന്റൺ വാൻ ലിവൻഹൂക്ക് ആണ് RBCയും സ്പെർമാറ്റോസോവയും എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അതായത് ആന്റൺ വാൻ ലിവൻഹൂക്ക് ആണ് RBCയും അതുപോലെ തന്നെ സ്പെർമാറ്റോസോവയും എക്സിസ്റ്റൻസ് കണ്ടുപിടിച്ചത് ആദ്യമായിട്ട്. അപ്പോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ആന്റൺ വാൻ ലിവൻഹൂക്ക്. ആദ്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആന്റൺ വാൻ ലിവൻഹൂക്ക് എന്ന് പറയുന്നത് ഫാദർ ഓഫ് മൈക്രോ ബയോളജി ആണ്. നിങ്ങളുടെ FSOയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം, എന്നാൽ സിമ്പിൾ ആയിട്ട് തോന്നും നിങ്ങൾക്ക്. ഫാദർ ഓഫ് മൈക്രോ ബയോളജി ആരാണെന്ന് ചോദിച്ചാല് മൈക്രോ ബയോളജിയുടെ പിതാവ് ആന്റൺ വാൻ ലിവൻഹൂക്ക് ആണ്. എന്നാൽ മോഡേൺ മൈക്രോ ബയോളജിയുടെ പിതാവ് എന്ന് പറയുന്നത് ലൂയിസ് പാസ്റ്റർ ആണ്. രണ്ടും തെറ്റാൻ പാടില്ല. മോഡേൺ അതെങ്ങനെ കിട്ടും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മോഡേൺ കൺഫ്യൂഷൻ വരും. എക്സഹാളി കയറുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മോഡേൺ ലൂയിസ് പാസ്റ്റർ ആണെന്ന് എങ്ങനെ കിട്ടും എന്ന് ഞാൻ ലൂയിസ് പാസ്റ്റർ പറയുമ്പോൾ പറഞ്ഞുതരാം. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ലൂയിസ് പാസ്റ്ററിനെ പറ്റിയാണ്. ലൂയിസ് പാസ്റ്റർ എന്ന് പറയുന്നത് ഞാനിപ്പോ പറഞ്ഞല്ലോ, മോഡേൺ മൈക്രോബയോളജിയുടെ പിതാവാന്ന് പറഞ്ഞു. അതുപോലെ പാസ്ചറൈസേഷൻ ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ്. ഫെർമെന്റേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ്, അല്ലെങ്കിൽ ഫെർമെന്റേഷൻ എന്ന് പറയുന്ന പദത്തെ കോയിൻ ചെയ്ത വ്യക്തിയാണ്. അപ്പൊ അടുത്തത് ലൂയിസ് പാസ്റ്റർ. ലൂയിസ് പാസ്റ്റർ ലൂയിസ് പാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി ഞാൻ പറഞ്ഞു മോഡേൺ മൈക്രോബയോളജിയുടെ ഫാദർ ആണ്. എങ്ങനെ ഓർത്തിരിക്കും മോഡേൺ മൈക്രോബയോളജിയുടെ ഫാദർ ആണ്?
സിമ്പിൾ ആണ്. നിങ്ങളൊന്ന് നോക്കിക്കേ, ലൂയിസ് പാസ്റ്റർ എന്ന് നമ്മൾ എഴുതുമ്പോ ആദ്യം കിടക്കുന്ന വാക്ക് ലൂയിസ് എന്നല്ലേ? ലൂയിസിനെ നമുക്ക് ലവ് ആയിട്ട് റിലേറ്റ് ചെയ്തൂടെ? ലവ്. ഇപ്പോഴത്തെ കുട്ടികളല്ലേ ഏറ്റവും അടിപൊളിയായിട്ട് പ്രണയിക്കുന്ന മോഡേൺ കുട്ടികൾ. അപ്പൊ മോഡേൺ മൈക്രോബയോളജിയുടെ ഫാദർ ആണ് ലൂയിസ് പാസ്റ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് ഹി കോയിൻ ദ ടേം ഫെർമെന്റേഷൻ. പ്രണയം പൊട്ടിക്കഴിയുമ്പോ നമ്മൾ നേരെ വെള്ളം അടിക്കാൻ തുടങ്ങും. എല്ലാ ആൽക്കഹോളും ഫെർമെന്റേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് കോയിൻ ചെയ്തു എന്നുള്ള വാക്ക് കിട്ടും. കാരണം നമ്മൾ ആദ്യമായിട്ട് വെള്ളം അടിക്കുന്നത് പ്രണയം ഫെയിലിയർ ആകുമ്പോഴാണ്. ഇനി അടുത്തത് പാസ്ചറൈസേഷൻ ടെക്നിക്ക് ഫ്രൂട്ട് ജ്യൂസസില് പുള്ളിക്കാരൻ ഇൻവെന്റ് ചെയ്തു. പിന്നെ ജേം തിയറി ഓഫ് ഡിസീസ് പറയുന്നുണ്ട്. അതിന്റെ കറക്റ്റ് കാര്യങ്ങള് ഞാൻ മുമ്പോട്ട് വരുന്ന ക്ലാസ്സിൽ പറയാം, ജേം തിയറി ഓഫ് ഡിസീസ്. കാരണം ലൂയിസ് പാസ്റ്റർ എന്നും പറയുന്നുണ്ട്, വേറൊരു ശാസ്ത്രജ്ഞന്റെ പേര് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇത് ഏതാന്ന്. ഇപ്പൊ തൽക്കാലം ജേം സെൽ തിയറി അവിടെ നിൽക്കട്ടെ. ഇനി പറയുന്നത് ഐസൊലേറ്റ് ചെയ്തു. ഏതോ ഒരു മൈക്രോ ഓർഗാനിസത്തെ ഐസൊലേറ്റ് ചെയ്തു. ആ ഓർഗാനിസത്തിന്റെ പേരാണ് ബാസില്ലസ് ആന്ത്രാക്സിസ്. ബാസില്ലസ് ആന്ത്രാക്സിസ് എന്ന് പറയുന്ന ബാസില്ലസ് ആന്ത്രാക്സിസ് എന്ന് പറയുന്ന ഒരു മൈക്രോ ഓർഗാനിസത്തെ ഐസൊലേറ്റ് ചെയ്തു. എങ്ങനെ കിട്ടും ബാസില്ലസ് ആന്ത്രാക്സിസ്? വളരെ സിമ്പിൾ ആണ്. ആന്ത്രാക്സിസ്, ഈ ബാസില്ലസ് ആന്ത്രാക്സിസ് എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആന്ധ്രാക്കാരനായിരുന്നു നമ്മുടെ ലൂയിസ് പാസ്റ്റർ. ഓക്കെ, ആന്ധ്ര വെച്ച് കിട്ടും ആന്ത്രാക്സിസ്. ബാസില്ലസ് ആന്ത്രാക്സിസ് എന്ന് പറഞ്ഞ മൈക്രോ ഓർഗാനിസം ഉള്ളൂ. അതിന് മുമ്പ് ആന്ത്രാക്സിസ് വരുന്ന വേറൊരു മൈക്രോ ഓർഗാനിസം ഇല്ല. അതുകൊണ്ട് ബാസില്ലസ് ആന്ത്രാക്സിസ് നിങ്ങൾക്ക് കിട്ടും. ഇനി പറയുന്ന ഡെവലപ്ഡ് വാക്സിൻ. പുള്ളിക്കാരനാണ് വാക്സിൻ ഡെവലപ്പ് ചെയ്ത് എന്തിനുള്ള? ആന്ത്രാക്സ്, അതുപോലെ തന്നെ എന്തിന്റെ? റാബിസ്. റാബിസ്. ഈ ആന്ത്രാക്സും റാബിസും എല്ലാം നമ്മള് വെറ്റിനറി സയൻസിന്റെ ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുള്ളതാ. വെറ്റിനറി സയൻസിന്റെ അകത്ത് സൂണോസിസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അതായത് ഡിസീസ് ട്രാൻസ്ഫറിങ് ഫ്രം അനിമൽസ് ടു ഹ്യൂമൻസ്. അതിന്റെ അകത്ത് ഞാൻ നല്ലൊരു കോഡ് ഇട്ടിട്ടുണ്ട്. സൂണോസിസിൽ സൂയി പോയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ ഒരു ആന്ധ്രാക്കാരനെ കാണുന്നുണ്ട്, ക്ഷയിച്ച ട്യൂബർകുലോസിസ്. അതുപോലെ നിങ്ങൾ ആ ആന്ധ്രാക്കാരനെ നോക്കി നിൽക്കുമ്പോൾ നിങ്ങൾ അടുത്ത് വന്ന ഒരു പട്ടി നിങ്ങളെ കടിക്കും, അപ്പൊ നിങ്ങൾക്ക് റാബിസ് ആയി. അതുപോലെ ക്യൂ ഫീവർ ആയി എന്നൊക്കെ പറഞ്ഞ ഒരു കോഡ് വെറ്റിനറി സയൻസിൽ ഉണ്ട്. ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നത്. റേബിസ്, പട്ടി കടിച്ചു, അതുപോലെ ആന്ത്രാക്സ്. വാക്സിൻ, ഇത് രണ്ടിനും വേണ്ടി കണ്ടുപിടിച്ചത് ലൂയി ചേട്ടനാണ്. ഈ ലൂയിസ് പാസ്റ്റർ ആണ് നമ്മള് അവിടെ നിന്ന സമയത്ത് നമ്മളെ പിറകിൽ നിന്ന് നോക്കിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ലൂയിസ് പാസ്റ്റർ. അല്ലെങ്കിലും എല്ലാ പ്രണയി കാമുകന്മാരുടെ പിറകിലും ആരെങ്കിലും ഇങ്ങനെ ഒളിഞ്ഞു നോക്കാനായിട്ട് കാണും. ആ വ്യക്തിയാണ് ലൂയിസ് പാസ്റ്റർ. ഇത്രയും ക്ലിയർ ആയോ? അപ്പൊ ലൂയിസ് പാസ്റ്ററിന്റെ അകത്ത് ഇനി വരുന്നത് ആന്ത്രാക്സ്, സ്റ്റഫൈലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്, ന്യൂമോകോക്കസ്. 3 വാക്കുകളാ വരുന്നത്. ഞാൻ ജസ്റ്റ് അത് ബോർഡിൽ എഴുതാം, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ടേംസ് വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കുന്നത് ലൂയിസ് പാസ്റ്ററിന്റെ കേസിൽ. ഓക്കെ, ആന്ത്രാക്സ് ആദ്യം പറഞ്ഞത് ആന്ത്രാക്സ് ആണ്, ANTHRAX. പിന്നെ പറയുന്നത് എന്താ? പിന്നെ പറയുന്നത് സ്റ്റഫൈലോകോക്കസ്. സ്റ്റഫൈലോകോക്കസ്, പിന്നെ സ്ട്രെപ്റ്റോകോക്കസ്, പിന്നെ ന്യൂമോകോക്കസ്. 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 ഇതെങ്ങനെ ആലോചിച്ചാൽ കിട്ടും? വളരെ സിമ്പിൾ ആണ്. നിങ്ങള് ആരാണെങ്കിലും പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾക്ക് എന്തോ ഒരു പാസ്സായ ഫീലാ, നിങ്ങൾ ജയിച്ചു. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, പാസ്. P ഫോർ ന്യൂമോകോക്കസ്, A ഫോർ ആന്ത്രാക്സ്, സ്റ്റഫൈലോകോക്കസിന്റെ S, പിന്നെ സ്ട്രെപ്റ്റോകോക്കസിന്റെ X. അപ്പോ നിങ്ങൾക്ക് പാസ് ആണ് നിങ്ങളുടെ കോഡായിട്ട് വരുന്നത്. ക്ലിയർ ആണോ? കിട്ടിയോ?
രഞ്ജിനി കിട്ടിയോ? ആന്ത്രാക്സും സ്റ്റഫൈലോകോക്കസും ആ സ്ട്രെപ്റ്റോകോക്കസും സർ ആ ന്യൂമോകോക്കസും സർ ഓർക്കാൻ നിങ്ങൾ വെറും പാസ് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി അടുത്തതിലോട്ട് പറയട്ടോ. അടുത്തെന്ന് സർ പറയുന്നത് അതെ സർ എഡ്വേർഡ് ജെന്നർ. ആരാണ്? എഡ്വേർഡ് ജെന്നർ. എഡ്വേർഡ് ജെന്നർ എന്നൊരു വാക്ക് കാണുമ്പോഴേ നിങ്ങൾക്ക് ഫസ്റ്റ് ഓർമ്മ വരേണ്ടത് ജെന്നിയാണ്. നിങ്ങൾക്ക് ജെന്നി വരുന്നു. ഓക്കെ, അപ്പോ ജെന്നി വരുന്നതെന്ന് വെച്ചാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ കാര്യമാണ്. അപ്പൊ ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി ആണ് ജെന്നർ. ഓക്കെ, ഇമ്മ്യൂണോളജിയുടെ ഫാദർ ആണ് ജെന്നർ. അപ്പൊ എഡ്വേർഡ് ജെന്നർ ആണെന്ന് ഓർക്കാൻ സിമ്പിൾ ആണ്. എഡ്വേർഡ് ജെന്നറിന്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ജെന്നി വരുന്നു പെട്ടെന്ന്, അതാണ് ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി. അതുപോലെ മോഡിഫൈഡ് സീൽ നീൽസൺ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് എന്ന് പറയുന്നുണ്ട്. പുള്ളിക്കാരനാണ് സീൽ നീൽസൺ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ടെക്നിക്ക് യൂസ് ചെയ്തത്. പുള്ളിക്കാരൻ ഈ സീൽ നീൽസൺ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പക്ഷെ എൽറിച്ച് ആണ്. EHRLICH എൽറിച്ച് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ പുള്ളിക്കാരനാണ് എഡ്വേർഡ് ജെന്നർ ആണ് മോഡിഫൈ ചെയ്തത്. ജെന്നി എന്ന് പറയുന്ന സാധനം ഒരു മോഡിഫൈഡ് അസുഖമാണ് അല്ലെ? പണ്ടുള്ള ആളുകൾക്ക് ജെന്നി ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആളുകൾക്ക് പെട്ടെന്ന് ജെന്നി വരും. ജെന്നി വരുന്നു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ എഡ്വേർഡ് ജെന്നർ ആണ് മോഡിഫൈ ചെയ്ത്, എന്തോ ഒരു സംഭവം മോഡിഫൈ ചെയ്ത്, അതാണ് സീൽ നീൽസൺ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. ഓക്കെ, ഇനി പറയുന്നത് റോബർട്ട് കോച്ചിനെ പറ്റിയാണ്. ആരാണ്? റോബർട്ട് കോച്ച്. റോബർട്ട് കോച്ച് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോണത്. റോബർട്ട് കോച്ച് കൂട് കഴിഞ്ഞ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ മൈക്രോബയോളജിയുടെ വ്യക്തികളെയും കഴിയും. റോബർട്ട് കോച്ച് എടുത്തു നോക്ക്. റോബർട്ട് കോച്ച് ആണ് ഫൗണ്ടർ ഓഫ് മോഡേൺ, ഇവിടെയും വരുന്നുണ്ട് മോഡേൺ ബാക്ടീരിയോളജി. മോഡേൺ ബാക്ടീരിയോളജി. വെറും ബാക്ടീരിയോളജി ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ലൂയിസ് പാസ്റ്റർ ആണെന്ന് തോന്നുന്നു. പക്ഷേ മോഡേൺ ബാക്ടീരിയോളജി, ആ വാക്ക് നിങ്ങൾ മറക്കരുത്. മോഡേൺ ബാക്ടീരിയോളജി ആണെങ്കിൽ അവിടെ റോബർട്ട് കോച്ച് ആണ്. റോബർട്ടിന്റെ ബാക്ടീരിയ. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഓർക്കും ബാക്ടീരിയോളജിയുടെ പിതാവാന്ന്? വളരെ സിമ്പിൾ ആണ്. ബാക്ടീരിയോളജി എന്ന് വെച്ചാല് കൊച്ചു ബാക്ടീരിയ. ചെറിയതല്ലേ ബാക്ടീരിയ? നിങ്ങളെ ബാക്ടീരിയ ഒക്കെ വലുതാണോ? ആണോ രഞ്ജിനി? ബാക്ടീരിയ ചെറുതല്ലേ? അപ്പൊ കൊച്ചു ബാക്ടീരിയ അല്ലേ? അപ്പൊ റോബർട്ട് കോച്ച് കിട്ടിയോ? റോബർട്ട് കോച്ച് ആണ് മോഡേൺ ആയിട്ടുള്ള മോഡേൺ ബാക്ടീരിയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇനി പറയുന്നത് ഫാദർ ഓഫ് മെഡിക്കൽ മൈക്രോബയോളജി. മെഡിക്കലുകാർക്ക് മൈക്രോബയോളജിയുടെ പിതാവ് എന്ന് പറയുന്നത് റോബർട്ട് കോച്ച് ആണ്. ക്ലിയർ ആണോ? മെഡിക്കൽ മൈക്രോബയോളജിയുടെ പിതാവാണ് റോബർട്ട് കോച്ച്. ഇപ്പോഴത്തെ മെഡിക്കൽ സ്റ്റുഡൻസിനെ നോക്കിയേ, മിക്കവാറും എല്ലാം ചുള്ളൻ ചെക്കന്മാരല്ലേ, കൊച്ചു പിള്ളേരല്ലേ. മോഡേൺ മൈക്രോബയോളജി, അത് മൈക്രോബയോളജിയുടെ ഫാദർ എന്ന് പറയുന്നത് ആരാ? രഞ്ജിനി, ആരാണ് മോഡേൺ മൈക്രോബയോളജിയുടെ പിതാവ്? വേഗം പറ, നോക്കരുത്, വേഗം പറ. ആരാ? പറഞ്ഞോ. നെറ്റ്വർക്ക് അതായത് മോഡേൺ മൈക്രോബയോളജിയുടെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ലൂയിസ് പാസ്റ്റർ ആണ്. പക്ഷേ മോഡേൺ ബാക്ടീരിയോളജിയുടെ പിതാവ് എന്ന് ചോദിച്ചാൽ റോബർട്ട് കോച്ച് ആണ്. അതുപോലെ തന്നെ നമ്മുടെ മെഡിസിനൽ മെഡിക്കൽ മൈക്രോബയോളജിയുടെ പിതാവും നമ്മുടെ ആരാണ്? റോബർട്ട് കോച്ച് ആണ്. റോബർട്ട് കോച്ച് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. എന്തെല്ലാമാണ് റോബർട്ട് കോച്ച് ഡിസ്കവർ ചെയ്ത? റോബർട്ട് കോച്ച് ബാസില്ലസ് ആന്ത്രാക്സിസ് ഡിസ്കവർ ചെയ്തു. അപ്പൊ എനിക്കൊരു ഡൗട്ട്, നമ്മുടെ ബാസില്ലസ് ആന്ത്രാസിസിനെ പുള്ളിക്കാരൻ ഡിസ്കവർ ചെയ്തു, മൈക്കോബാക്ടീരിയൻ ട്യൂബർകുലോസിസ് ഡിസ്കവർ ചെയ്തു, വിബ്രിയോ കോളറെ ഡിസ്കവർ ചെയ്തു. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, പുള്ളിക്കാരൻ ഡിസ്കവർ ചെയ്തിട്ട് എന്തു പറ്റി വാക്സിൻ കൊടുക്കാഞ്ഞത്? അറിയോ എന്തുകൊണ്ട് വാക്സിൻ കൊടുത്തില്ല?
പറയാമോ ആർക്കെങ്കിലും? പുള്ളിക്കാരൻ വാക്സിൻ കൊണ്ടുവന്നില്ല ആന്ത്രാക്സിന്. നെറ്റ്വർക്ക് ആ കട്ടായി കേൾക്കുന്നത്. ഓക്കെ, ആന്ത്രാക്സ് കൊണ്ടുവന്നില്ല എന്ന് പറയുന്നതിന്റെ റീസൺ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ അകത്ത് ഈ പറയുന്ന ബാസിലസ് ആന്ത്രാക്സിന്റെ ആ ഒരു മൈക്രോ ഓർഗാനിസത്തെ ഡിസ്കവർ ചെയ്തു. ആദ്യമായിട്ട് വാക്സിനേഷൻ നടത്തിയെന്ന് പറയുന്നത് നമ്മുടെ ലൂയിസ് പാസ്റ്റർ ആണ്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇനി ഈ പറയുന്ന ഏതൊക്കെയാണ്? ബാസിലസ് ആന്ത്രാക്സിസ് നിങ്ങൾക്ക് കിട്ടും, ട്യൂബർക്കുലോസിസ് കിട്ടും, നിങ്ങൾക്ക് കോളറയും കിട്ടും. ഈ 3 സാധനങ്ങളെയും ഡിസ്കവർ ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് റോബർട്ട് കോച്ച് ആണ്. ഇനി 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റഡിയെ പറ്റി പറയുന്നുണ്ട്. സ്റ്റഡി ഓഫ് ഫംഗസ് എന്ന് പറയുന്നത് മൈക്കോളജി എന്നാണ്. സ്റ്റഡി ഓഫ് ഫംഗസ് മൈക്കോളജിയും സ്റ്റഡി ഓഫ് ആൽഗെ എന്ന് പറയുന്നത് എന്താണ്? മൈക്കോളജി ആണോ ഫൈക്കോളജി ആണ്? ആണേ. അപ്പൊ സ്റ്റഡി ഓഫ് ഫംഗസിന്റെ പഠനം മൈക്കോളജി എന്നാണ് അറിയപ്പെടുന്നത്. എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും സ്റ്റഡി ഓഫ് ഫംഗസ് മൈക്കോളജി ആണെന്ന്? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ രഞ്ജിനി പാട്ട് കേൾക്കുന്ന കൂട്ടത്തിലാണോ? പാട്ട് കേൾക്കുവോ നിങ്ങളെല്ലാം? കേൾക്കും. പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ FM എന്ന് ആലോചിച്ചാൽ മതി. FM എന്ന് പറയുന്നത് ഫംഗസ് മൈക്രോബയോളജി.